നമസ്കാരം കൂട്ടുകാരെ, PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഗാന്ധിജി, മഹാത്മാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിജിയുടെ കോൺട്രിബ്യൂഷൻ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് മിക്കവാറും നമ്മൾ PSC എക്സാമിനേഷൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകുമ്പോൾ ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ ചോദ്യങ്ങളാണ് ചോദിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഗാന്ധിജി ഈ ഒരു ടോപ്പിക്ക് നമുക്ക് വൃത്തിയായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത്, അത്യാവശ്യ പോയിന്റ്സുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത ഒരു ക്ലാസ്സാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് പൂർണ്ണമായിട്ടും കാണുക. ഗാന്ധിജിയുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിജിയുടെ എൻട്രിക്ക് മുമ്പ് തന്നെ നമുക്ക് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ കുറച്ച് നാൾ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം ഗാന്ധിജിയുടെ സമരമാർഗ്ഗങ്ങളൊക്കെ ഗാന്ധിജി പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഗാന്ധിജിയുടെ ആ ഒരു ബർത്ത് തൊട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. എവിടെയാണ് ഗാന്ധിജി ജനിച്ചത്? ഗുജറാത്തിലെ പോർബന്ദറിലാണ്. എന്നാണ്? 1869 ഒക്ടോബർ മാസം 2-ാം തീയതിയാണ് അല്ലേ. ഒക്ടോബർ 2 നമ്മൾ ഗാന്ധി ജയന്തിയായിട്ട് ആചരിക്കുന്നു, ഗാന്ധി ജയന്തിയായിട്ട് ആഘോഷിക്കുന്നു. അത് ഒരു സേവന വാരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അല്ലേ ക്ലീനിങ് ഒക്കെ ചെയ്യും സ്കൂളിലൊക്കെ അല്ലേ. അപ്പോൾ ഗാന്ധി ജയന്തി ഒക്ടോബർ 2, 1869 ഒക്ടോബർ 2-നാണ് ഗാന്ധിജി ജനിക്കുന്നത്. ഓക്കെ. ഈ 69, 79, 89, 69, 79, 89 മഹാത്മാഗാന്ധി, സരോജിനി നായിഡു, ജവഹർലാൽ നെഹ്റു ഇവർ 3 പേരും ജനിച്ച വർഷങ്ങളാണ് കേട്ടോ. മഹാത്മാഗാന്ധി, സരോജിനി നായിഡു, ജവഹർലാൽ നെഹ്റു ഇവർ 3 പേരും മെസ്സേജ് 69, 79, 89 കൊള്ളാമല്ലേ, അതൊരു കോഡല്ലേ. അപ്പം ഗാന്ധി ജനിച്ചത് 1869 ഒക്ടോബർ 2-ന്. ഗാന്ധിജിയുടെ കുട്ടിക്കാലത്തെ പേര്, ഗാന്ധിജിക്ക് മനു എന്ന് പേരുണ്ടായിരുന്നു, മോനിയ എന്നൊക്കെ പേരുണ്ടായിരുന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് മുഴുവൻ പേര്. ഗാന്ധിജിയെ കുട്ടികളെ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കുമ്പോൾ നമുക്കറിയാം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് നമ്മൾ ഗാന്ധിജിയെ വിളിക്കുന്നുണ്ട് അല്ലെ. ഗാന്ധിജിനെ ആരാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് വിശേഷിപ്പിച്ചത്? നിങ്ങൾക്ക് ആൻസർ അറിയാമോ? അറിയില്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് വിശേഷിപ്പിച്ചത് ആര്? ഞാൻ ഓൾറെഡി ഈ ചോദ്യത്തിന് ഉത്തരം ഒരു ഷോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കിട്ടുമായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഗാന്ധിജിയെ നമ്മുടെ രാഷ്ട്രപിതാവെന്ന് വിശേഷിപ്പിച്ചത് ആര്. ഓക്കെ. ഗാന്ധിജി ജനിച്ചത് പോർബന്ദറിലാണ്, ഗുജറാത്തിലാണ്. അച്ഛൻ്റെ പേര് കരംചന്ദ് ഗാന്ധി, അമ്മയുടെ പേര് പുത്ലിഭായി എന്നാണ്. കസ്തൂർബ ഗാന്ധിയാണ് ഗാന്ധിജിയുടെ ഭാര്യ. 13-ാമത്തെ വയസ്സിൽ ഗാന്ധിജി കല്യാണം കഴിച്ചതാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കല്യാണം കഴിച്ചതാണ് കസ്തൂർബ ഗാന്ധിയെ. ഓക്കെ. അപ്പോൾ 1869 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായി ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 13-ാമത്തെ വയസ്സിൽ കസ്തൂർബ ഗാന്ധി കല്യാണം കഴിക്കുന്നു. 1887 ഗാന്ധി മെട്രിക്കുലേഷൻ പാസ്സാകുന്നത്. 1888 തൊട്ടടുത്ത വർഷം ഗാന്ധിജി ലോ പഠിക്കാൻ വേണ്ടി, നിയമം പഠിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിലോട്ട് പോവുകയാണ്. ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് ഗാന്ധിജി നിയമം പഠിക്കാനായിട്ട് പോകുന്നത്. ഇംഗ്ലണ്ടിലാണ് പോകുന്നത്. 1888 ഗാന്ധിജി പോയി. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ 1888 ഇവിടെ ബ്രിട്ടീഷുകാരുടെ ഭരണമാണ് നമുക്കറിയാം അല്ലേ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഗാന്ധിജിയെ പറ്റി നമ്മൾ എങ്ങും മെൻഷൻ ചെയ്ത് കേട്ടിട്ടില്ല. അതിൽ നമ്മൾ പറഞ്ഞോ? ഇല്ല. മിതവാദികളും തീവ്രവാദികളുമായിട്ട് കോൺഗ്രസ് തിരിഞ്ഞതും 1885 INC ഫോം ചെയ്യുമ്പോഴൊന്നും നമ്മൾ ഗാന്ധിജിയെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ടൈം ലൈനായിട്ട് ഓർത്തു വയ്ക്കണം. ആ സമയത്ത് ഗാന്ധിജി എവിടെയായിരുന്നു? 1888 ഗാന്ധിജി ഇംഗ്ലണ്ടിൽ പോയിക്കാണ്. ഇവിടെ INC ഒക്കെ അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഗാന്ധിജി അന്ന് ഇംഗ്ലണ്ടിൽ നിയമം പഠിക്കാൻ പോയിരിക്കുകയാണ്. ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ വെച്ചിട്ട് ഗാന്ധിജി ആദ്യമായിട്ട് ഗീത വായിച്ച് ഗീതയോട് ഭയങ്കര ഇൻസ്പിറേഷൻ ആകുന്നുണ്ട്. പിന്നെ ഗാന്ധിജി ബൈബിള്, ഖുറാനൊക്കെ വായിക്കുന്നുണ്ട്. ആത്മീയമായ പല കാര്യങ്ങളും ഗാന്ധിജി അപ്പോഴാണ് ഗാന്ധിജിയുടെ ജീവിതത്തിൽ വരുന്നത്. ഓക്കെ. 1891 ഗാന്ധിജി ബാരിസ്റ്റർ പദവി നേടി. 1893 ഗാന്ധിജി എന്ത് ചെയ്യുക? എന്നിട്ട് സൗത്ത് ആഫ്രിക്കയിൽ പോവുകയാണ്. അപ്പോൾ ഗാന്ധിജി തിരിച്ചു വരുന്നുണ്ട് ഇന്ത്യയിൽ. ഇംഗ്ലണ്ടിൽ നിന്ന് ബാരിസ്റ്റർ പദവിയൊക്കെ ആയിട്ട് 1891 തിരിച്ചു വരുന്നുണ്ട് ഗാന്ധിജി. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി അവർ ഗാന്ധിജിനെ അവരുടെ ഒരു കേസ് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ദക്ഷിണാഫ്രിക്കയിലോട്ട് വിളിച്ചിട്ട് 1893 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലോട്ട് പോവാണ്. 1893 നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗമൊക്കെ നടക്കുന്ന 1-ാം സർവ്വമത സമ്മേളനം അല്ലേ, ചിക്കാഗോ പ്രസംഗമൊക്കെ നടക്കുന്നത് 1893 ആ വർഷം ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയ്ക്ക് പോവുകയാണ് ഈ ഒരു കേസ് ഏറ്റെടുത്തിട്ട്. ഈ ദക്ഷിണാഫ്രിക്കൻ യാത്രയാണ് ഗാന്ധിജിയുടെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആവുന്നത്. കാരണം ഗാന്ധിജി ജീവിതത്തിൽ അങ്ങനെ ഈ വർണ്ണ വിവേചനത്തിന് ഇരയാവുകയാണ് ഗാന്ധിജി. അവിടെ ഒരു ട്രെയിനിൽ വെച്ച് ഗാന്ധിജി ഉയർന്ന ക്ലാസ്സുകാർക്ക് ഇരിക്കാനുള്ള സ്ഥലത്ത് ഗാന്ധിജി ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജിനെ പീറ്റർ മാരിസ്റ്റോബർഗിൽ വെച്ചിട്ട് ട്രെയിനിൽ നിന്ന് ഇറക്കി വിടുന്നൊരു സംഭവമുണ്ട്. പിന്നീട് ഗാന്ധിജി വേറെ സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഒരു വെള്ളക്കാരന് ഇരിക്കാൻ സ്ഥലം കൊടുത്തില്ല എന്ന് പറഞ്ഞ്
പറഞ്ഞ് ഗാന്ധിജിനെ തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വർണ്ണവിവേചനത്തിന് ഇരയാകുന്ന ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഒരു പ്രിട്ടോറിയയിൽ ഒരു പൊതുപ്രസംഗമൊക്കെ നടത്തുകയുണ്ടായി. ഗാന്ധിജി അവിടുത്തെ ഇന്ത്യക്കാരെല്ലാം ചേർത്ത് ഒരു പൊതുപ്രസംഗമൊക്കെ നടത്തുകയുണ്ടായി. അങ്ങനെ നേറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ് ഫോം ചെയ്യുന്നുണ്ട് 1894. പിന്നീട് ഗാന്ധിജി അവിടെ ബോവർ യുദ്ധം നടന്നപ്പോൾ, വെള്ളക്കാർക്കെതിരെ അവിടെ യുദ്ധം നടന്ന സമയത്ത് അവിടെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ അവരെ സഹായിക്കാനൊക്കെ വേണ്ടിയിട്ട് ഗാന്ധിജി ഇന്ത്യൻ ആംബുലൻസ് കോർപ്സിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു. ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് ഫോം ചെയ്തു. അതിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങൾക്കൊക്കെ ഗാന്ധിജിക്ക് പിന്നീട് അംഗീകാരമൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ 1899 അത് കഴിഞ്ഞ് ഗാന്ധിജി ഒന്ന് ഇന്ത്യയിൽ വരുന്നുണ്ട്. 1901 ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കഥകളൊക്കെ നമ്മൾ നമ്മുടെ മൈൻഡിലിരിക്കുക. കാരണം നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഭാഗത്തു നിന്നല്ല, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. എന്നാലും ഒരു ഹിസ്റ്ററി അറിയാൻ വേണ്ടി നമ്മൾ പറഞ്ഞതാണ്. ടൈം ലൈൻ നമ്മളെ പല ആൻസേഴ്സും പ്രസ്താവന ടൈപ്പൊക്കെ വന്നാലും നമുക്ക് ഈ ടൈം ലൈൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം 1888 ഗാന്ധിജി ഇംഗ്ലണ്ടിലെ നിയമം പഠിക്കാൻ പോയെന്ന് നമുക്കറിയാം. പക്ഷേ 1889 INCയുടെ മീറ്റിങ്ങിൽ ഗാന്ധിജി ആയിരുന്നു അധ്യക്ഷൻ. ശരിയോ തെറ്റോ എന്നൊരു ചോദ്യം വന്നാൽ നമുക്കപ്പോൾ അറിയാം 1889 ഗാന്ധിജി ഇവിടെ ഇല്ല. ഗാന്ധിജി ഇന്ത്യയിലോട്ട് അപ്പോൾ വന്നിട്ടില്ല, ഗാന്ധിജി അങ്ങ് പോയിരിക്കുകയാണ്. അപ്പോൾ ഗാന്ധിജിക്ക് ഇവിടെ പങ്കെടുക്കാൻ പറ്റില്ല. ഈ ഒരു കാര്യം നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്ന് നിസ്സംശയം പറയാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ ടൈം ലൈൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. 1869 ജനിച്ചു, ഒരു 87 മെട്രിക്കുലേഷൻ കഴിയുന്നു, 88 ഇംഗ്ലണ്ടിലെ നിയമം പഠിക്കാൻ പോകും. 3 വർഷത്തോളം നിയമം പഠിച്ചിട്ടുണ്ടായിരുന്നു. 91 തിരിച്ചു വരുന്നത്. അത് കഴിഞ്ഞിട്ട് 93 പിന്നെ സൗത്ത് ആഫ്രിക്കയിലോട്ട് പോവുക. അപ്പോൾ 1893 ഗാന്ധി എവിടെയാണ് പോണേ? സൗത്ത് ആഫ്രിക്കയിൽ പോവുകയാണ്. അവിടെയാണ് ഗാന്ധിജിക്ക് വർണ്ണവിവേചനമൊക്കെ നേരിടേണ്ടി വരുന്നു. ഗാന്ധിജി നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ഗാന്ധിജി ഫോം ചെയ്തതാണ്. ശരിയോ തെറ്റോ എന്ന് ചോദിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ഫോം ചെയ്തു ഗാന്ധിജി. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർക്ക് വലിയൊരു സപ്പോർട്ടായിട്ട് അവരുടെ കൂടെ നിന്ന് ഗാന്ധിജി പല കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങുകയാണ്. ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് ഇത് ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടതാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നമ്മൾ അറിയണം. ബോവർ യുദ്ധം നടന്ന സമയത്ത് ഗാന്ധിജി ഭാഗമായിട്ട് പ്രവർത്തിച്ചതാണ് ഇന്ത്യൻ ആംബുലൻസ് കോർപ്സിൻ്റെ. 1899 ഇനി 1901 INCയുടെ സമ്മേളനത്തിൽ, കൊൽക്കത്ത സമ്മേളനത്തിൽ ഗാന്ധി പങ്കെടുക്കുന്നത്. അപ്പോൾ ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്ത INC സമ്മേളനം ഏത്? 1901. അപ്പോൾ ഒന്നെന്ന് ഓർത്താൽ മതി. ഗാന്ധിജി ഒന്നാമതായിട്ട് പങ്കെടുക്കുന്നത് 1901 INC സമ്മേളനത്തിലാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1901 INC സമ്മേളനത്തിൽ ഗാന്ധിജി, കൊൽക്കത്ത സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കുന്നുണ്ട്. പിന്നെ 1902 ഗാന്ധി തിരിച്ചു പോവുക. പിന്നെ ഇവിടെ തുടർന്നില്ല. INCയുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തു. പിന്നെയും ഗാന്ധിജി തിരിച്ച് ദക്ഷിണാഫ്രിക്കയിൽ പോകേണ്ട 1902. 1903 ഗാന്ധിജിയുടെ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞൊരു പത്രം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞ പത്രം ആരുടേതാണ്? ഗാന്ധിജിയുടേതാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ ഗാന്ധിജി ഫീനിക്സ് ആശ്രമം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ദക്ഷിണാഫ്രിക്കയിൽ ഫീനിക്സ് ആശ്രമം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയാണ്. 1903 ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞ പത്രം ആരുടേതാണ്? ആ പത്രം ഗാന്ധിജിയുടേതാണ്, ഇന്ത്യൻ ഒപ്പീനിയൻ. അതേപോലെ ഗാന്ധിജിയാണ് ഫിനിക്സ് ആശ്രമം ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിക്കുന്നത്. ഗാന്ധിജി ജോൺ റസ്കിൻ്റെ അൺഡു ദിസ് ലാസ്റ്റ് എന്ന് പറഞ്ഞ ബുക്ക് വായിച്ച് വളരെ ഇൻസ്പയർ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഗാന്ധിജി അവിടെ ഫിനിക്സ് ആശ്രമം സ്ഥാപിക്കുന്നു. 1907 ഗാന്ധിജി അവിടെ ഒരു സത്യാഗ്രഹ സമരം നടത്തുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരം നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. ഓർത്തോളണം, 1907. അതെന്തിനാന്ന് വെച്ചാൽ അവിടെ ഏഷ്യാറ്റിക് ലോ അമെൻമെൻറ്റ് ഓർഡിനൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഗാന്ധിജി ഇങ്ങനെ ഒരു സമരം നടത്തുന്നത്. ഏഷ്യാറ്റിക് ലോ അമെൻമെൻറ്റ് ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ ഈ ഏഷ്യാറ്റിക് രജിസ്ട്രാറിൽ ഇന്ത്യക്കാർ അവിടെ രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എപ്പോഴും ഇന്ത്യക്കാർ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കണം. ശാരീരിക പരിശോധനകൾക്ക് വിധേയരാക്കണം, വിരലടയാളം എടുക്കണം. ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്ന ഒരു ഓർഡിനൻസ് ആയിരുന്നു അത്. അപ്പം ഇന്ത്യക്കാരെ ഈ ഒരു അവരെ തരം താഴ്ത്തുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു അമെൻമെൻറ്റിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഗാന്ധിജി, ഏഷ്യാറ്റിക് ലോ അമെൻമെൻറ്റ് ഓർഡിനൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഗാന്ധിജി ആദ്യമായിട്ട് സത്യാഗ്രഹ സമരം നടത്തുന്നത് 1907 ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ട്. ഗാന്ധിജിനെ അറസ്റ്റ് ചെയ്യുന്നു. 1908 ഗാന്ധിജിനെ ജോഹന്നാസ്ബർഗിലാണ് ജയിലിൽ അടയ്ക്കുന്നത്. അപ്പോൾ ഗാന്ധിജി ആദ്യമായിട്ട് ജയിലിൽ കിടന്നതും ദക്ഷിണാഫ്രിക്കയിലാണ്, ജോഹന്നാസ്ബർഗിൽ വെച്ചിട്ടാണ്. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരവും അവിടെ വെച്ചാണ് നടക്കുന്നത്. പിന്നെ ഗാന്ധിജി അവിടെ ടോൾസ്റ്റോയ് ഫാം സ്ഥാപിക്കുന്നുണ്ട്. ടോൾസ്റ്റോയ് ഫാം ഗാന്ധിജി എവിടെ സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയിലാണ്. ഗാന്ധിജിയുടെ ആദ്യത്തെ ഒരു ബുക്ക് ഹിന്ദു സ്വരാജ് എന്ന് പറഞ്ഞിട്ട് ബുക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഹിന്ദു സ്വരാജ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത് ആരാണ്? ഗാന്ധിജിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞൊരു പത്രം പറഞ്ഞു, ഇന്ത്യൻ ഒപ്പീനിയൻ. പിന്നെ ഹിന്ദു സ്വരാജ് എന്ന് പറഞ്ഞൊരു ബുക്ക് അല്ലേ, ഇന്ത്യൻ ഒപ്പീനിയനും ഹിന്ദു സ്വരാജും, ഈ രണ്ട് ബുക്കും. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടൊരു പത്രം ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഹിന്ദു സ്വരാജ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി 1913
8 ഗാന്ധി ജയിലിൽ കിടക്കുന്നത്. 1907 സത്യാഗ്രഹ സമരം നടക്കുന്നത്. 1915 എന്നിട്ട് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് തിരിച്ചു വരുന്നു. ഇവിടെ തൊട്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിയുടെ റോള് വരുന്നത്. 1915 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തുന്നു. ഈ ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നത് അല്ലെ ആചരിക്കുന്നത്. ജനുവരി 9 ആ ദിവസത്തിന് പ്രത്യേകത എന്താണ്? പ്രവാസി ഭാരതീയ ദിവസം. എന്താണ് ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള കാരണം? 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. അതുകൊണ്ട് അഹിംസയിലൂടെ സത്യാഗ്രഹം എന്നതായിരുന്നു ഗാന്ധിജിയുടെ ഒരു സമരമാർഗം. ഓക്കെ, ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാലയായിരുന്നു ദക്ഷിണാഫ്രിക്ക. അപ്പോൾ ഗാന്ധിജിയുടെ ജീവിതത്തിൽ ദക്ഷിണാഫ്രിക്ക എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ കണ്ടു അല്ലേ. ഗാന്ധിജി ആദ്യമായിട്ട് വർണ്ണവിവേചനത്തിന് ഇരയാകുന്നത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. അവിടെ പീറ്റർ മാരിസ്റ്റ്ബർഗ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഗാന്ധിജിനെ ഇറക്കി വിടുകയാണ്. ഗാന്ധിജിനെ ഈ നിറത്തിൻ്റെ പേരിൽ അപമാനിച്ച് ഇറക്കി വിടുകയാണ്. പിന്നെ ഗാന്ധി ആദ്യമായിട്ട് ഫോം ചെയ്യുന്ന നേറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ് ദക്ഷിണാഫ്രിക്കയിലാണ്. ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് ദക്ഷിണാഫ്രിക്കയിലാണ് ഗാന്ധിജിയുടേത്. പിന്നെ ഗാന്ധിജി ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചതും ഫീനിക്സ് ആശ്രമം സ്ഥാപിച്ചതും ദക്ഷിണാഫ്രിക്കയിലാണ്. ഗാന്ധി 1907 ആദ്യത്തെ സത്യാഗ്രഹ സമരം നടത്തുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. ഗാന്ധി ആദ്യമായിട്ട് ജയിലിൽ കിടക്കുന്നത് 1908 ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ചാണ്. അപ്പോൾ ഗാന്ധിയുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരു സത്യാഗ്രഹ സമരം നടത്തുകയോ ഒരു പൊതുപ്രസംഗം നടത്തുക, വർണ്ണവിവേചനത്തിനെതിരെ പ്രതികരിക്കുക, ജയിൽവാസം അനുഭവിക്കുക, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഗാന്ധിജിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഗാന്ധിജിക്ക് അനുഭവിക്കാൻ ഇടയായത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് ദക്ഷിണാഫ്രിക്ക അറിയപ്പെടുന്നത്. ഓക്കെ, ഹിന്ദു സ്വരാജ് ആരുടെ ബുക്കാണ്? മഹാത്മാഗാന്ധിയുടെ. ഇന്ത്യൻ ഒപ്പീനിയൻ ആരുടെ പത്രമാണ്? മഹാത്മാഗാന്ധിയുടെ. ഹിന്ദു സ്വരാജിൽ ഗാന്ധി പറയുന്നുണ്ട്, സ്വയം പര്യാപ്തമായ ഗ്രാമീണ സമ്പത്ത് വ്യവസ്ഥയെ പറ്റി പറയുന്നുണ്ട്. ഏഷ്യാറ്റിക് ലോ അമെൻമെൻറ്റ് ഓർഡിനൻസിനെതിരെയാണ് ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരം നടക്കുന്നത്. അഹിംസയിലൂടെ സത്യാഗ്രഹം എന്നത് ഗാന്ധിജിയുടെ സമര മാർഗമാണ്. പ്രവാസി ഭാരതീയ ദിവസം ജനുവരി 9 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. ഗാന്ധി പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആദ്യത്തെ INC സമ്മേളനം എവിടെയാണ് എന്നാണ്? 1901 INCയുടെ കൊൽക്കത്ത സമ്മേളനത്തിലാണ്. ഓക്കെ, ആദ്യമായിട്ട് ഇംഗ്ലണ്ടിൽ പോകുന്നത് ഗാന്ധി പഠിക്കാൻ പോകുന്നത് 1888. ആദ്യമായിട്ട് ദക്ഷിണാഫ്രിക്കയിൽ പോകുന്നത് 1893. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഫൈനലി ഇന്ത്യയിലോട്ട് വരുന്നത് 1915. ഇനി നമുക്ക് ഗാന്ധിജിയുടെ ഇന്ത്യയിലുള്ള പ്രവർത്തനങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത് 1915. ഗാന്ധിജി 1915 ജനുവരി 9 ഇന്ത്യയിൽ തിരിച്ചെത്തുന്നു എന്ന് പറഞ്ഞു. തൊട്ടടുത്ത വർഷം 1916 ഗാന്ധി ലക്നൗ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ് INCയുടെ. ഈ സമ്മേളനത്തിൽ ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നു. അപ്പോൾ 1901 ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ INC സമ്മേളനം. 1916 ഗാന്ധി നെഹ്റുവും കൂടെ മീറ്റ് ചെയ്യുന്ന INC സമ്മേളനം. 1917 ഗാന്ധിജിയുടെ ലൈഫിലെ ഇന്ത്യയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ്. കാരണം ഗാന്ധി ഇന്ത്യയിൽ നടത്തുന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. 1917 ബീഹാറിലാണ് ചമ്പാരൻ. അവിടുത്തെ നീലം കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നയിക്കുന്നത്. അത് 1917 ഏപ്രിൽ 15 ഗാന്ധി നമ്മുടെ ഗുജറാത്തിലെ സബർമതി ഒരു ആശ്രമം സ്ഥാപിക്കുന്നുണ്ട്. ആ ആശ്രമം 1917 ഇത് വേറെ സ്ഥലത്തായിരുന്നു. സബർമതിയിലോട്ട് ഈ ആശ്രമം വരുന്നത് 1917 ഓക്കെ. 17 ഏപ്രിൽ 15 ചമ്പാരൻ സത്യാഗ്രഹം നീലം കർഷകർക്ക് വേണ്ടിയിട്ടാണ് ബീഹാറിൽ. തൊട്ടടുത്ത വർഷം 18 അഹമ്മദാബാദ് തുണിമിൽ സമരം ഗാന്ധി നയിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ്. ഫസ്റ്റ് ഹങ്കർ സ്ട്രൈക്കാണ് ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ 1918 അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. അഹമ്മദാബാദിലെ തുണിമിൽ സമരമാണ്. അപ്പോൾ 17 ചമ്പാരൻ സത്യാഗ്രഹം നയിച്ചു, അത് സക്സസ് ആയി. തൊട്ടടുത്ത വർഷം 18 അഹമ്മദാബാദ് തുണിമിൽ സമരം നടത്തുന്നു, അതും സക്സസ് ആയി. അത് കഴിഞ്ഞിട്ട് 18 തന്നെ ഗുജറാത്തിലെ ഒരു ഖേദ സമരം നയിക്കുന്നുണ്ട് ഗാന്ധിജി, അതും സക്സസ് ആണ്. അപ്പോൾ ഈ 3 സമരങ്ങളാണ് ഗാന്ധിജിയെ ഇന്ത്യൻ ജനങ്ങളുടെ ഹൃദയത്തിൽ ഗാന്ധിജിക്ക് ഒരു സ്ഥാനം കിട്ടുന്നത്. അപ്പോൾ 1915 ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഓർഡറിൽ നമ്മൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും പല ക്വസ്റ്റ്യൻസും വരുമ്പോൾ. 1888 സമയത്തൊക്കെ ഇംഗ്ലണ്ടിൽ പോവുകയാണ്. 1890 ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ പോകുന്നത്. 906 ദക്ഷിണാഫ്രിക്കയിൽ സമരമൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഇടയ്ക്ക് 901 ഇന്ത്യയിൽ വന്നിരുന്നു, INC സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. പിന്നെ ഫൈനലി ഗാന്ധി ഇന്ത്യയിലോട്ട് വരുന്നത് 1915 ജനുവരി 9 തൊട്ടടുത്ത വർഷം 16 ലക്നൗ സമ്മേളനത്തിൽ നെഹ്റുവിനെ കാണുന്നു. 17 ഗാന്ധി സബർമതി ആശ്രമം 17 വരുന്നത്. ഈ 17 ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരമായ ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിൽ. 18 അഹമ്മദാബാദ് തുണിമിൽ സ്ട്രൈക്ക് നടത്തുന്നു. ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം. 18 തന്നെ ഖേദ സമരം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 സംഭവങ്ങൾ 18 ഈ ചമ്പാരൻ സത്യാഗ്രഹവും അഹമ്മദാബാദ് തുണിമിൽ സമരവും ഈ ഖേദ സമരവും
സംഭവമാണ് ഗാന്ധിജിനെ ഇന്ത്യൻ ജനങ്ങളുടെ ഇടയിൽ ഒരു ഹീറോ ആക്കി മാറ്റുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 1919 എന്ന് പറയുമ്പോഴേ നമുക്ക് എല്ലാവർക്കും അറിയാം ജാലിയൻവാലാബാഗ് സമരമൊക്കെ നടന്ന വർഷമാണ്. അറിഞ്ഞില്ലെങ്കിൽ പഠിച്ചോളൂ. 1919 ആ സമയത്താണ് ഗാന്ധിജി ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടക്കുന്നത് 1919. 1920 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇയർ ആണ്. നിസ്സഹകരണ പ്രസ്ഥാനം നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ് അഥവാ നിസ്സഹകരണ പ്രസ്ഥാനം ഈ വർഷം 1920 അപ്പോൾ ഒരുപാട് ആളുകൾ ഗാന്ധിജിയുടെ കൂടെ, എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഗാന്ധിജിയുടെ കൂടെ ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്നുള്ള ആവശ്യമായിട്ട് നിസ്സഹകരണ പ്രസ്ഥാനമൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഗാന്ധിജിയുടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, വയലൻസ് പാടില്ല എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങി 2 വർഷം കഴിഞ്ഞപ്പം 1922 ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷന് തീ കത്തുകയുണ്ടായി. തീ പിടിപ്പിച്ചു. അതായത് സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, നിസ്സഹകരണ പ്രസ്ഥാനം നടക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ചൗരി ചൗര സംഭവം നടക്കുന്നത്. 1920 നിസ്സഹകരണ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തു. 22 ചൗരി ചൗര പോലീസ് സ്റ്റേഷനിൽ തീ കത്തുന്ന സംഭവം നടന്നപ്പം അവിടെ അക്രമം നടന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ, അക്രമരാഹിത്യം പറഞ്ഞ ഗാന്ധിജി എന്ത് ചെയ്യാണ്, നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുകയാണ് 1922. ഇതേ 22 ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതുന്നത്. 1924 INCയുടെ ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് INCയുടെ പ്രസിഡന്റ് ആകുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് INCയുടെ പ്രസിഡന്റ് ആകുന്നത്. അപ്പോൾ 1901 കൊൽക്കത്ത സമ്മേളനത്തിൽ ആദ്യമായിട്ട് ഗാന്ധിജി INC സമ്മേളനത്തിൽ പങ്കെടുത്തത്. 1916 ഗാന്ധിജി വന്നതിന് ശേഷം വന്നതാണ്. ഗാന്ധിജി തിരിച്ചെത്തുന്നത് 16 INCയുടെ ലക്നൗ സമ്മേളനത്തിലാണ് ഗാന്ധി നെഹ്റുവും കൂടെ മീറ്റ് ചെയ്തത്. പിന്നെ 24 ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി INCയുടെ പ്രസിഡന്റ് ആവുന്നത്. ഒരേ ഒരു തവണ ഗാന്ധിജി INC പ്രസിഡന്റ് ആയിട്ടുള്ളൂ. അത് 1924 ബെൽഗാം സമ്മേളനത്തിലാണ്. 29 ഗാന്ധി ഒരു നവജീവൻ ട്രസ്റ്റ് സ്ഥാപിക്കുന്നുണ്ട്. 30 നിയമലംഘന പ്രസ്ഥാനം, സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്, നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത് 1930. അപ്പോൾ 1930 മുതൽ 1948 വരെയുള്ള ഗാന്ധിയുടെ ജീവിതത്തിലെ ബാക്കി കാര്യങ്ങളും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാനൊരു ടൈം ലൈൻ ഇതുവരെയുള്ള നിങ്ങൾക്കൊന്ന് തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇനി നമുക്ക് ചമ്പാരൻ സത്യാഗ്രഹമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇനി ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിൻ്റെ അടുത്ത സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പിക്കുക. ഈ ഒരു ടൈം ലൈൻ നിങ്ങൾ ഹൃദയസ്ഥമാക്കുക. അതായത് നമുക്കിങ്ങനെ പറയാൻ പറ്റണം, 1769 ഗാന്ധിജി ജനിക്കുന്നത്. 1888 ഗാന്ധിജി ഇംഗ്ലണ്ടിൽ ലോ പഠിക്കാൻ പോകുന്നു. 1893 ആ സമയത്ത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലോട്ട് പോവുകയാണ്. 1915 ഗാന്ധിജി തിരിച്ചു വരുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ പ്രധാനമായിട്ടും ഗാന്ധിജി എന്തൊക്കെയാണ് ചെയ്ത്, ഗാന്ധിജിക്ക് വർണ്ണവിവേചനത്തിന് ഇരയാകേണ്ടി വരുന്നു. അവിടെ ടോൾസ്റ്റോയ് ആശ്രമം ടോൾസ്റ്റോയ് ഫാം സ്ഥാപിക്കുന്നുണ്ട്. അവിടെ ഒരു ഫീനിക്സ് ആശ്രമം സ്ഥാപിക്കുന്നുണ്ട്. ദക്ഷിണാഫ്രിക്കയിലാണ് ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരം നടക്കുന്നത്. ഗാന്ധി ആദ്യമായിട്ട് ജയിലിൽ കിടന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് അല്ലെ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധി, പിന്നെ ഇന്ത്യൻ ആംബുലൻസ് കോപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എല്ലാം ഭാഗമായി. ആ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഓർക്കുക. പിന്നെ 1915 ജനുവരി 9 ഇന്ത്യയിലെത്തി. 1901 ആദ്യത്തെ INC മീറ്റിംഗ് ഗാന്ധിജി പങ്കെടുക്കുന്നത് കൊൽക്കത്തയിൽ. 15 ഗാന്ധിജി 16 ലക്നൗ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഗാന്ധിജി നെഹ്റു മീറ്റ് ചെയ്യുന്നുണ്ട്. 17 പ്രധാനപ്പെട്ട സംഭവങ്ങളൊന്ന് സബർമതി ആശ്രമം ഗാന്ധിജിയുടേത്. മറ്റൊന്ന് 17 ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ എവിടെ, ബീഹാറിൽ നീലം കർഷകർക്ക് വേണ്ടിയിട്ടായിരുന്നു. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരമാണ്. 1918 അഹമ്മദാബാദ് തുണിമിൽ സ്ട്രൈക്ക് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരമാണ്. 1918 തന്നെ ഗുജറാത്തിലെ ഖേദയിൽ സത്യാഗ്രഹം നടക്കുന്നുണ്ട്. ഈ 3 സത്യാഗ്രഹങ്ങളാണ് ഗാന്ധിജിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ 3 സത്യാഗ്രഹങ്ങൾ. ജനങ്ങളുടെ ഇടയിൽ ഗാന്ധി ഒരു ഹീറോ ആകുകയാണ്. പിന്നെ 1920 ഗാന്ധിജി നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനം വരികയാണ്, നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ് വരികയാണ്. അതിന് മുന്നേ ഒരു ഖിലാഫത്ത് കോൺഫറൻസ് നമ്മൾ പറഞ്ഞു. 19 തന്നെയാണ് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് വരുന്നത്. പിന്നെ 20 നിസ്സഹകരണ പ്രസ്ഥാനം. ആ സമയത്ത് ഗാന്ധിജിയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം എല്ലാം കൊടുത്ത് നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ള രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് എല്ലാവരും പങ്കെടുത്ത വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സമരമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇത് വിദേശ സാധനങ്ങളെ ബഹിഷ്കരിക്കുക, സ്വദേശ സാധനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഒരുപാട് പേര്, കുട്ടികളും സ്ത്രീകളും എല്ലാവരും ഒക്കെ ഒരുപാട് പേര് പങ്കെടുത്ത വലിയൊരു സമരമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഗാന്ധിജി പറഞ്ഞ ആ ഒരു അക്രമരാഹിത്യം ഫോളോ ചെയ്യേണ്ട 1922 ചൗരി ചൗര സംഭവം ഉണ്ടായതിനു ശേഷം ഗാന്ധിജി NCM പിൻവലിക്കുകയാണ്. പിന്നെ 1924 പ്രത്യേകത എന്താ, അവിടുത്തെ ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് INCയുടെ പ്രസിഡന്റ് ആകുന്നത്. 29 നവജീവൻ ട്രസ്റ്റ്, 20 നിസ്സഹകരണ പ്രസ്ഥാനം, 30 നിയമലംഘന പ്രസ്ഥാനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ടും. 20 നിസ്സഹകരണ പ്രസ്ഥാനം, 30 വരുമ്പോൾ നമ്മുടെ ഉപ്പ് സത്യാഗ്രഹമൊക്കെ നടക്കുന്നത് നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ് CDM. അപ്പം NCM നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ് 20,
CDM സിവിൽ ഡിസൊബീഡിയൻ്റ് മൂവ്മെൻറ്റ് 30, നിയമലംഘന പ്രസ്ഥാനമാണ് 30, ഉപ്പ് സത്യാഗ്രഹമാണ് 30 നടക്കുന്നത്. 30 വരെയുള്ള സ്റ്റോറിയിൽ നമുക്ക് തൽക്കാലം നിർത്താം. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും 30 ശേഷം 48 വരെയുള്ള ഗാന്ധിജിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ബാക്കി കാര്യങ്ങൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതോടുകൂടിയിട്ട് നമുക്ക് ഗാന്ധിജിയെ പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടും. നമുക്ക് ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രധാന ചോദ്യങ്ങളും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ഇതേപോലെ ടൈം ലൈനിൽ നിങ്ങളിങ്ങനെ പറഞ്ഞു നോക്കണം. ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കണം. ഓക്കെ, 14 എന്ത്, 15 എന്ത്, 16 എന്ത്, 17 എന്ത്, 18 എന്ത്, അങ്ങനെ ഓരോന്ന് പറഞ്ഞു നോക്കണം. നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഓക്കെ, അത്രയും രീതിയിൽ നിങ്ങൾ ആ ടൈം ലൈൻ ഒന്ന് സെറ്റാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമൻസ് ഒക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. നമസ്കാരം കൂട്ടുകാരെ, PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗാന്ധിജി, മഹാത്മാഗാന്ധിയെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ്. ഇന്നലെ നമ്മൾ ഇതിൻ്റെ ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഗാന്ധിജിയുടെ ബർത്ത് മുതൽ 1930 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഓർഡറിൽ ടൈം ലൈനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗാന്ധിജി 1915 ഇന്ത്യയിൽ സജീവമായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുക്കുന്നത്. 1901 ഗാന്ധിജി INCയുടെ കൊൽക്കത്ത സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 1915 ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത്. 17 ഞാൻ പറഞ്ഞു ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട 3 സമരങ്ങൾ നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 പറഞ്ഞു. എവിടെയാണ് സ്ഥലം? ബീഹാറിലാണ് ചമ്പാരൻ എന്ന് പറഞ്ഞ സ്ഥലം ഉള്ളത്. അവിടെ ഇൻഡിഗോ, അതായത് നീലം കൃഷി ചെയ്യുന്ന കർഷകരാണ് ഈ സമരം നടത്തുന്നത്. ഈ നീലം കൃഷി ചെയ്യിക്കുന്ന കർഷകരോട് ബ്രിട്ടീഷുകാർ ഹൈ റെൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്ക് വേറെ കൃഷിയൊന്നും ചെയ്യാൻ പാടില്ല, നീലം കൃഷി തന്നെ ചെയ്യണം. അപ്പോൾ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളിലാണ് ഗാന്ധിജി ഇടപെടുന്നത്. അപ്പം ഗാന്ധിജി ചമ്പാരനിലോട്ട് ഇൻവൈറ്റ് ചെയ്ത ആരാണ് എന്ന് നമ്മൾ പ്രത്യേകം പഠിച്ചിരിക്കേണ്ടതുകൊണ്ട് ഈ ഒരു പേര് രാജ്കുമാർ ശുക്ലയാണ് ഗാന്ധിജിയെ ചമ്പാരനിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പേര് പഠിക്കുക. ഓക്കെ, അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം സക്സസ് ആയിരുന്നു. അവിടെ ഒരു കമ്മിറ്റിയൊക്കെ അവർ ഫോം ചെയ്തു ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ. ഗാന്ധിജിനെയും കൂടെ ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടായിരുന്നു. ഫൈനലി അവർ ആ ഒരു ചമ്പാരൻ സമരം വിജയമായിരുന്നു. തൊട്ടടുത്ത വർഷം 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം. അത് അഹമ്മദാബാദിലെ തുണിമിൽ ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ പ്ലേഗ് വന്ന സമയത്ത് ഇവർക്ക് അഡീഷണൽ ആയിട്ട് പ്ലേഗ് ബോണസ് കൊടുത്തിരുന്നു. അത് പെട്ടെന്ന് ഇവർ പിൻവലിച്ചു. പ്ലേഗ് ബോണസ് പിൻവലിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ തൊഴിലാളികൾ പ്രശ്നം ഉണ്ടാക്കി. കാരണം അവരുടെ സാമ്പത്തിക പരാധീനതകൾ കാരണം അവർക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ പ്ലേഗ് ബോണസ് പിൻവലിച്ചതിനെതിരെ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഗാന്ധിജി അതിൻ്റെ കൂടെ ഇടപെട്ടു. എന്നിട്ട് ഗാന്ധിജി അവരുടെ കൂടെ നിന്നുകൊണ്ട് നിരാഹാര സമരം അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അവർക്ക് സാലറി കൂടുതൽ കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടു. ഫൈനലി ഗാന്ധിജിയുടെ ആവശ്യം നടത്തിക്കൊണ്ട് 35% സാലറി കൂടുതൽ കൊടുക്കാനായിട്ട് അവർ സമ്മതിച്ചിട്ടാണ് ആ സമരം സക്സസ് ആയി അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അഹമ്മദാബാദ് തുണിമിൽ സ്ട്രൈക്ക് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ്. ഓക്കെ, അടുത്തത് ഖേദ സമരമാണ്. അതും 1918 ഗുജറാത്തിലാണ് ഖേദ എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. ഖേദ, അവിടെയും ഈ കർഷകരോട് ഒരുപാട് റെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും റെൻറ്റ് കൊടുക്കാൻ അവർക്ക് നിവൃത്തിയില്ല. അപ്പോൾ അതിന് ഇളവ് വേണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ കർഷകർ സമരം നടത്തുകയാണ്. ഗാന്ധിജി അവിടെ അവരുടെ കൂടെ പങ്കെടുക്കുന്നു. ഗാന്ധിജി അവിടെ പറയുന്നത് ഇനി അവർക്ക് ഇത്രയും ഹൈ റെൻറ്റ് തരാൻ പറ്റില്ല, അതുകൊണ്ട് റെൻറ്റ് കൊടുക്കില്ല എന്നുള്ള ഒരു കാര്യമാണ് അവരോട് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് നിസ്സഹകരണം എന്ന് പറയാൻ വേണമെങ്കിൽ ഗാന്ധിജിയുടെ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആണ് ശരിക്കും നമ്മൾ അവിടെ കാണുന്നത്, എവിടെ ഖേദയിൽ കാണുന്നത്. ഫൈനലി അവരുടെ ഡിമാൻഡ് അവിടെയും അത് സക്സസ് ആയിട്ടാണ് ആ ഒരു സമരം അവസാനിപ്പിക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ അവിടെ പങ്കെടുത്തിട്ടുണ്ട് ഖേദ സമരത്തിൽ, സർദാർ വല്ലഭായ് പട്ടേലും. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചമ്പാരൻ, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, ഖേദ സമരം. ഇനി 1919 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ? ജാലിയൻ വാലാബാഗ് ആ ഒരു സംഭവം നടക്കുന്നത്, ആ ഒരു കൂട്ടക്കൊല നടക്കുന്നത് 1919 റൗലത്ത് ആക്ടിനെതിരെ ആളുകൾ കൂട്ടം ചേർന്ന് നിന്ന സമയത്താണ് ബ്രിട്ടീഷുകാർ വന്ന് അവർക്ക് വെടിവെപ്പൊക്കെ നടക്കുന്നത്. അതായത് കരിനിയമം എന്ന് പറഞ്ഞിട്ട്, റൗലത്ത് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം. നമ്മൾ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്ന ക്ലാസ്സുകൾ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പ്ലേലിസ്റ്റിലുണ്ട്. അത് നമ്മുടെ SCERT ബേസ്ഡ് ക്ലാസ് ആണ്, അത് നിങ്ങൾ കാണുക. അതേപോലെ നമ്മളൊരു റിവിഷൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ടൈം ലൈൻ വെച്ച് തന്നെ ഒരു റിവിഷൻ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സിൽ ഒത്തിരി ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും. മിക്കവാറും എക്സാമിനേഷൻ്റെ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം കവർ ചെയ്യുന്ന ഒരു റിവിഷൻ ക്ലാസ് ആണ്. നിങ്ങൾ സമയം പോലെ കാണുക ഇന്ത്യൻ ഹിസ്റ്ററിയുടെ. ഓക്കെ,
ഇവിടെ നമ്മൾ ഗാന്ധിജിയാണ് ടോപ്പിക്ക്. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാനേ പറ്റൂ. കാരണം ഗാന്ധിജീനെ പറ്റി പറയാൻ പോയാൽ നമുക്കിവിടെ എങ്ങും തീരാത്തത്ര കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകേണ്ടതുണ്ട്. അപ്പോൾ 1919 മാർച്ച് 30 ഈ കരി നിയമത്തിനെതിരെ, അതായത് വിചാരണ കൂടാതെ ആരെയും തടങ്കലിലാക്കാം, ആരെയും അറസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞൊരു നിയമമാണ്. അതിനെതിരെ ഗാന്ധിജി 1919 ഒരു അഖിലേന്ത്യാ സത്യാഗ്രഹം ഡിക്ലെയർ ചെയ്യുന്നുണ്ട് 1919 മാർച്ച് 30. ഓക്കെ, ഇനി ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജേർണലാണ് യങ് ഇന്ത്യ. ഇന്നലെ നമ്മൾ ഇന്ത്യൻ ഒപ്പീനിയൻ, ഹിന്ദ് സ്വരാജ്, ഈ രണ്ട് പേർക്ക് ഗാന്ധിജിയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഒപ്പീനിയനും ഹിന്ദ് സ്വരാജും. ഇന്ത്യൻ ഒപ്പീനിയനൊക്കെ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് ഗാന്ധിജി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ ജേർണലാണ് യങ് ഇന്ത്യ. ഏതാണ്? യങ് ഇന്ത്യ. അപ്പോൾ നമ്മൾ 3 പഠിച്ചിട്ടു ഗാന്ധിജിയുടേത്. ഇന്ത്യൻ ഒപ്പീനിയൻ, ഹിന്ദ് സ്വരാജ്, ഇപ്പോൾ യങ് ഇന്ത്യ. ഓക്കെ, ഇനി നെയ് താലീം വിദ്യാഭ്യാസ പദ്ധതി. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരാണ് നെയ് താലീം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്താണ്? നെയ് താലീം. അല്ലെങ്കിൽ നെയ് താലീം ആരുടെയെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചോളാം, ഗാന്ധിജിയുടേതാണ്. ഓക്കെ, ഇനി നമ്മൾ 1919 കഴിഞ്ഞിട്ട് 1920 എന്താ നടക്കുന്നത്? നിസ്സഹകരണ പ്രസ്ഥാനം നടക്കുന്നുണ്ട്. അതായത് നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ്. നമ്മൾ പറഞ്ഞിരുന്നു ഗാന്ധിജി എല്ലാ ആളുകളും ഗാന്ധിജിയുടെ കൂടെ ചേർന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിസ്സഹകരണ പ്രസ്ഥാനം, ഞങ്ങൾ ഒന്നിനെയും സഹകരിക്കില്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ കോളേജുകൾ വേണ്ട, നിങ്ങളുടെ ജോലി വേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ സാധനങ്ങൾ, വിദേശ വസ്തുക്കൾ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു, നമ്മളെല്ലാം സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുന്നുള്ളൂ, അങ്ങനെ എല്ലാം സ്വന്തമായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ തുടങ്ങി. ചർക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് നല്ല രീതിയിൽ മാസമായിട്ട് ആളുകൾ കൂട്ടം ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ നിസ്സഹകരണം നടത്തുന്ന ആ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം നടന്ന് നല്ല രീതിയിൽ പോയതാണ്. 1922 എന്ത് സംഭവിക്കുന്നു? ചൗരി ചൗര സംഭവം ഉണ്ടാകുമ്പോൾ, പോലീസ് സ്റ്റേഷനിൽ തീ പിടിക്കുന്ന ആ ഒരു അക്രമം നടന്നപ്പോൾ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുകയായിരുന്നു അല്ലേ. പിന്നെ പ്രധാനമായിട്ടും 1930 അതേപോലെ തന്നെ നിയമലംഘന പ്രസ്ഥാനം, സിവിൽ ഡിസോബീഡിയൻ മൂവ്മെൻറ്റ്. ആ നിയമലംഘന പ്രസ്ഥാനം 1930 20 നിസ്സഹകരണ പ്രസ്ഥാനം, നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ്, 30 നിയമലംഘന പ്രസ്ഥാനം, സിവിൽ ഡിസോബീഡിയൻ മൂവ്മെൻറ്റ്. അപ്പം നിയമലംഘനം എന്ന് പറഞ്ഞാൽ ഇവരുടെ നിയമങ്ങളെല്ലാം ഞങ്ങൾ ലംഘിക്കുന്നു എന്നുള്ള രീതിയിൽ, അതാണ് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹത്തിലോട്ട് നയിക്കുന്നത്. നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഉപ്പ് സത്യാഗ്രഹം. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏടാണ് അല്ലെ ഉപ്പ് സത്യാഗ്രഹം. എവിടെ വെച്ചിട്ടാണ് നടത്തുന്നത്? ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ചാണ്. സബർമതി ആശ്രമത്തിൽ നിന്നും ഗാന്ധിജിയും 78 അനുയായികളും കൂടെ ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്നു. 78 പേര്, നിങ്ങൾ മൈൻഡിൽ കാണുക. ഗാന്ധിജി കൂടെ 78 പേരും കൂടെ പോവാണ്. ഇവരെന്നാ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയാമോ ഈ യാത്ര? 1930 മാർച്ച് മാസം 12 ഇവർ യാത്ര ആരംഭിക്കുകയാണ്. ഇവരിങ്ങനെ പോകുകയാണ്. പോകുന്ന വഴിക്ക് ഇവർ പാടുന്ന പാട്ട് ഏതെന്നറിയാമോ? രഘുപതി രാഘവ രാജാറാം എന്നുള്ള പാട്ട് പാടിയിട്ടാണ് പോകുന്നത്. ഈ രഘുപതി രാഘവ രാജാറാം എഴുതിയിട്ടുള്ളത് ലക്ഷ്മണാചാര്യ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഇവരിങ്ങനെ പോയി മാർച്ച് 12 സ്റ്റാർട്ട് ചെയ്തു. ഗാന്ധിജിയും 78 അനുയായികളും കൂടി സബർമതി ആശ്രമത്തിൽ നിന്നും 1930 മാർച്ച് 12 സ്റ്റാർട്ട് ചെയ്ത ഈ യാത്ര മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മാസം 5 ആയപ്പോൾ അവർ എവിടെ എത്തിച്ചേർന്നു? ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. തൊട്ടടുത്ത ദിവസം ഏപ്രിൽ 6 അങ്ങനെ ഉപ്പ് നിയമം അവർ ലംഘിക്കുകയാണ്. അവർ ഉപ്പുണ്ടാക്കാൻ തീരുമാനിക്കുകയാണ് കടലിൽ നിന്നും. പക്ഷെ ഗാന്ധിജീനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ്. ഗാന്ധിജീനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം ഏറ്റെടുത്തത് അബ്ബാസ് തയാബ്ജി എന്നുള്ള പേരാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണം. ആരാണ്? അബ്ബാസ് തയാബ്ജി. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹം എവിടെ വെച്ചാണ്? ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത്. എവിടെ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്? സബർമതി ആശ്രമത്തിൽ നിന്നാണ്. എന്നാണ്? 1930 മാർച്ച് 12. എന്നാണ് ഉപ്പ് നിയമം അവർ സോൾട്ട് ലോ ബ്രേക്ക് ചെയ്യണത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1930 ഏപ്രിൽ 6 ആരാണ് ഗാന്ധിജി അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു സമരം ലീഡ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അബ്ബാസ് തയാബ്ജിയാണ്. അവർ പോയ വഴിക്ക് പാടിയത് ഏതാണ്? രഘുപതി രാഘവ രാജാറാം. അത് എഴുതിയിട്ടുള്ളത് ലക്ഷ്മണാചാര്യയാണ്. ഇനി അബ്ബാസ് തയാബ്ജിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് നേതൃത്വം കൊടുത്തത് സരോജിനി നായിഡുവാണ്. സരോജിനി നായിഡു. ഓക്കെ, 78 പേരാണ് ഗാന്ധിജിയുടെ അനുയായികൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ 1930 പ്രധാനപ്പെട്ട സംഭവം അതാണ്. ഇനി 31 വരുമ്പോൾ, അപ്പോൾ ഈ 30, 31, 32 ഈ 3 വർഷങ്ങളിലായിട്ട് മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? വട്ടമേശ സമ്മേളനങ്ങൾ. 1ാം വട്ടമേശ സമ്മേളനം, 2ാം വട്ടമേശ സമ്മേളനം, 3ാം വട്ടമേശ സമ്മേളനം. ഇവിടെ ഗാന്ധിജിയുടെ റോൾ എന്ന് പറഞ്ഞാൽ ഗാന്ധിജി പങ്കെടുത്തത് ഇതിൽ ഏത് വട്ടമേശ സമ്മേളനത്തിലാണ്? ഒരെണ്ണത്തിൽ ഗാന്ധിജി പങ്കെടുത്തു. 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുക്കുന്നത്. അപ്പോൾ ഗാന്ധിജിയും ഇതുപോലെ തന്നെ ഈ ഗാന്ധി ഇർവിൻ പാക്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നടക്കുന്നുണ്ട്. ഗാന്ധി ഇർവിൻ ഉടമ്പടി. ലോർഡ് ഇർവിൻ പ്രഭുവും ഗാന്ധിജിയും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ് 1931. അതായത് ഗാന്ധിജിയോട് പറയുകയാണ് ഇവരുടെ കുറേ ഡിമാൻഡൊക്കെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിലിട്ടിരിക്കുന്ന കുറേ പേരെ വെറുതെ വിടാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഗാന്ധിജി ആവശ്യപ്പെടുന്നതൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഒരു ഗാന്ധി ഇർവിനും തമ്മിലൊരു ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട്. ഗാന്ധി ഇർവിൻ പാക്ട് 1931. ഓക്കെ,
പിന്നീട് ഗാന്ധിജി ഈ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. പക്ഷേ പിന്നീട് കോൺഗ്രസ് അതിന് പങ്കെടുക്കുന്നില്ല, കാരണം അവരുടെ ഡിമാൻഡ്സ് അവിടെ ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ ഗാന്ധിജീനെ ജയിലിലാക്കുന്നുണ്ട്. ഗാന്ധിജി യർവാഡ ജയിൽ പൂനെയിലാണ് കിടന്നത്. ഗാന്ധിജി ഏത് ജയിലിലാണ് കിടന്നത്? പൂനെയിലെ യർവാഡ ജയിലിലാണ് കിടക്കുന്നത്. ഈ സമയത്ത് 1932 ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന റാംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുകയാണ്. കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ മൈനോറിറ്റീസിന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊടുക്കുക എന്നുള്ള രീതിയിൽ, അതായത് ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് മൈനോറിറ്റീസിന് സെപ്പറേറ്റ് ആയിട്ട് ഇലക്ടറേറ്റ് കൊടുക്കുക എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷുകാരുടെ ഒരു പ്ലാനാണ്. ഡിവൈഡ് ആൻഡ് റൂളിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. അതായത് ഇപ്പോൾ ഹിന്ദുസ് എല്ലാം ഒരുമിച്ച് നിൽക്കുന്നതിന് പകരം അവിടെ ഇങ്ങനെ മൈനോറിറ്റീസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊടുക്കുക എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷുകാർ സംസാരിച്ചു. ബി ആർ അംബേദ്കർ അത് ഓക്കെ, ബി ആർ അംബേദ്കർ അങ്ങനെ ഒരു ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കുകയും അവർ അതെല്ലാം സെറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഗാന്ധിജി ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പൂനെയിലെ യർവാഡ ജയിലിൽ ഫാസ്റ്റ് അൺടു ഡെത്ത്, മരണം വരെ നിരാഹാരം എന്ന രീതിയിൽ സത്യാഗ്രഹം ആരംഭിച്ചു ഈ കമ്മ്യൂണൽ അവാർഡിന് എഗെയിൻസ്റ്റ് ആയിട്ട്. അങ്ങനെ അവസാനം നമ്മുടെ അംബേദ്കറും ഗാന്ധിയും തമ്മിൽ ഉടമ്പടിയിൽ എത്തിച്ചേർന്നു. അതാണ് പൂനെ പാക്ട്. അത് 1932 പൂനെ പാക്ട്. നമ്മളിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ കാണണം. ഗാന്ധിജി അവിടെ ജയിലിൽ കിടക്കുന്നു, ഇവിടെ അംബേദ്കർ റാംസെ മക്ഡൊണാൾഡ് സംസാരിച്ചു, ഇവരങ്ങനെ കമ്മ്യൂണൽ അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നു. ഗാന്ധിജി അവിടെ നിരാഹാര സമരം ആരംഭിക്കുകയാണ്, ഫാസ്റ്റ് ആൻഡ് ടു ഡെത്ത്. ഫൈനലി അംബേദ്കർ ഗാന്ധിയായിട്ടൊരു ധാരണയിൽ എത്തിച്ചേരുന്നു. ഓൺ ബിഹാഫ് ഓഫ് ഗാന്ധിജി, ഗാന്ധിജിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പൂനെ പാക്റ്റിൽ അംബേദ്കറിൻ്റെ കൂടെ സൈൻ ചെയ്യുന്നത് മദൻ മോഹൻ മാളവിയാണ്. അങ്ങനെ പൂനെ പാക്ട് ഒപ്പുവെച്ചു. അങ്ങനെ ആ പ്രശ്നം അവിടെ പരിഹരിക്കുകയാണ്. അപ്പോൾ മദൻ മോഹൻ മാളവിയാണ് അവിടെ ഗാന്ധിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പൂനെ പാക്റ്റിൽ ഒപ്പുവെക്കുന്നത്. 1932 ഹരിജൻ സേവക് സമാജ് ആരംഭിച്ചു ഗാന്ധിജി, ഹരിജൻ സേവക് സമാജ്. ഇനി 1934 ഗാന്ധിജി സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുകയാണ്. 1934 1937 ഗാന്ധിജീനെ സമാധാനത്തിനുള്ള നോബൽ പ്രൈസിന് വേണ്ടിയിട്ട് ഗാന്ധിജിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. 48 ഗാന്ധിജിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു സമാധാന നോബലിന് വേണ്ടിയിട്ട്. ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഏതാണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ. ഗാന്ധിജി ഏത് മാഗസിനിലാണ് പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചാൽ നവജീവനിലാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ നവജീവൻ ആരുടെയാണ്? ഗാന്ധിജിയുടേതാണ്. അപ്പോൾ ഇന്ത്യൻ ഒപ്പീനിയൻ, ഹിന്ദു സ്വരാജ്, നമ്മളിവിടെ ഒരെണ്ണം പറഞ്ഞു, യങ് ഇന്ത്യ. അപ്പം നവജീവൻ അല്ലേ? ഇന്ത്യൻ ഒപ്പീനിയൻ, ഹിന്ദു സ്വരാജ്, നവജീവൻ, യങ് ഇന്ത്യ. ഇഹ നയം എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇഹ നയം എന്ന് ഓർത്താൽ ഇ ഫോർ ഇന്ത്യൻ ഒപ്പീനിയൻ, ഹ എന്ന് പറയുമ്പോൾ ഹിന്ദു സ്വരാജ്, ന എന്ന് പറയുമ്പോഴേക്കും നവജീവൻ, യ എന്ന് പറയുമ്പോഴേക്കും യങ് ഇന്ത്യ. ഇതെല്ലാം ഗാന്ധിജിയുടേതാണ്. അപ്പോൾ ഇതിൽ ഏത് ചോദിച്ചാലും ഓർത്തോളണം ഗാന്ധിജിയുടേതാണ്. ഇഹ നയം എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. ഗുജറാത്തി ഭാഷയിൽ ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് സത്യാന പ്രയോഗ എന്നാണ്. സത്യാന പ്രയോഗ. ഹിന്ദി ഭാഷയിൽ സത്യക്കെ പ്രയോഗ എന്നാണ്. സത്യക്കെ പ്രയോഗ. ബംഗാളി ഭാഷയിൽ സ്തോർ പ്രയോഗ എന്നാണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര്. ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ്? ഗുജറാത്തി ഭാഷയിലാണ്. ഗുജറാത്തി ഭാഷയിൽ. ഗാന്ധിജിയുടെ 2 പ്രമുഖ ശിഷ്യരാണ് മീരാബെന്നും സരളാബെന്നും. മീരാബെന്നിൻ്റെ ആക്ച്വൽ നെയിം മെഡലിൻ സ്ലെയ്ഡ് എന്നാണ് കേട്ടോ. മെഡലിൻ സ്ലെയ്ഡ് ആണ് മീരാബെൻ. സരളാബെൻ്റെ പേര് കാത്തറിൻ മേരി ഹെയ്ലിമാൻ. കാത്തറിൻ മേരി ആരാണ്? സരളാബെൻ. സരള കാത്തറിൻ ആണ്. കാത്തറിൻ സരള. മീരാബെന്നിൻ്റെ പേര് മെഡലിനാണ്. മീര മെഡലിൻ, മീര മെഡൽ, മീര മെഡൽ, MM ആണ് 2. മീരാബെന്നും മെഡലിൻ സ്ലെയ്ഡും. കാത്തറിൻ മേരിയാണ് ആര്? സരളാബെന്ന്. ഓക്കെ. ഇവർ രണ്ടുപേരും ഗാന്ധിജിയുടെ പ്രമുഖ ശിഷ്യരാണ്. ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുക്കുന്ന INC സമ്മേളനം ഏത്? 1901 കൊൽക്കത്ത സമ്മേളനമാണ്. നെഹ്റുവും ഗാന്ധിയും തമ്മിൽ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന ഏതിലാണ്? 1916 ലക്നൗ സമ്മേളനത്തിലാണ്. ഗാന്ധിജി INCയുടെ പ്രസിഡന്റ് ആകുന്നത് ഏതാണ്? 1924 ബെൽഗാം സമ്മേളനത്തിൽ. അത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ? ഇനി ഗാന്ധിജി അർദ്ധനഗ്നായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആര്? വിൻസ്റ്റൺ ചർച്ചിലാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. ഗാന്ധിയെ അർദ്ധനഗ്നായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഇനി ഗാന്ധിജി 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഗാന്ധിജി പോയ ഷിപ്പിൻ്റെ പേരാണ് SS രജപുത്താന. ഗാന്ധി 2ാം വട്ടമേശ സമ്മേളനത്തിൽ പോയ ഷിപ്പിൻ്റെ പേര് SS രജപുത്താന എന്നാണ്. ഗാന്ധിജി അവിടെ പോയപ്പം ജോർജ് 5ാമനെ മീറ്റ് ചെയ്തു. ഗാന്ധിജി മീറ്റ് ചെയ്ത ബ്രിട്ടീഷ് കിങ് ആരാണ്? ജോർജ് 5ാമനാണ്. ജോർജ് 5ാമൻ. ഓക്കെ. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. 1930 നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് സോൾട്ട് ലോ ബ്രേക്ക് ചെയ്ത് ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തെ പലരും പല രീതിയിൽ വിശേഷിപ്പിച്ചു. അത് 1-2 എണ്ണം പ്രധാനപ്പെട്ടത് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള പ്രയാണമാണ്. ആ ഒരു ദണ്ഡി മാർച്ചിനെ പറ്റിയിട്ട് ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള പ്രയാണത്തോട് കമ്പയർ ചെയ്ത് പറഞ്ഞ ആരാന്നറിയാമോ? മോത്തിലാൽ നെഹ്റു ആണ്. അപ്പോൾ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള പ്രയാണം എന്ന് ദണ്ഡി മാർച്ചിനെ ഉപ്പ് സത്യാഗ്രഹത്തിനെ വിശേഷിപ്പിച്ചത് ആരാണ്? മോത്തിലാൽ നെഹ്റു ആണ്. സുഭാഷ് ചന്ദ്രബോസ് എന്താ വിശേഷിപ്പിച്ചതെന്നറിയോ? എൽബയിൽ നിന്നുള്ള നെപ്പോളിയന്റെ പ്രയാണം എന്ന്. അപ്പം എൽബയിൽ നിന്നുള്ള നെപ്പോളിയന്റെ പ്രയാണം എന്ന് ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ചിനെ വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള പ്രയാണം എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു.
സ്റ്റോം ഇൻ എ ടീ കപ്പ്, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് അറിയോ? ലോർഡ് ഇർവിൻ ആണ്. ഇർവിൻ പ്രഭു എന്താ പറഞ്ഞ? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നാണ് വിശേഷിപ്പിച്ചത്. സ്റ്റോം ഇൻ എ ടീ കപ്പ്. അതേപോലെ കിൻഡർ ഗാർഡൻ സ്റ്റേജ് ഓഫ് റെവല്യൂഷൻ എന്ന് ഇതേ ഉപ്പ് സത്യാഗ്രഹത്തെ വിശേഷിപ്പിച്ചത് HN ബ്രെയിൽസ്ഫോർഡ് ആണ്. HN ബ്രെയിൽസ്ഫോർഡ് എന്താ പറഞ്ഞത്? കിൻഡർ ഗാർഡൻ സ്റ്റേജ് ഓഫ് റെവല്യൂഷൻ എന്നാണ് പറഞ്ഞത്. ഓക്കെ, റെവല്യൂഷന്റെ ഒരു വിപ്ലവത്തിന്റെ കിൻഡർ ഗാർഡൻ സ്റ്റേജ് ആണ് ഈ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറഞ്ഞത് HN ബ്രെയിൽസ്ഫോർഡ് ആണ്. നെപ്പോളിയന്റെ യാത്ര എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്, ശ്രീരാമന്റെ യാത്ര എന്ന് പറഞ്ഞത് മോത്തിലാൽ നെഹ്റു. ഇനി സത്യാഗ്രഹം എന്ന വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാക്ക് ഇത്രയും പ്രസിദ്ധമാക്കിയത് ആരാണ്? ഗാന്ധിജിയാണ്. സേവാഗ്രാം എന്നതും ഗാന്ധിജിയുടെ വാക്കുകളാണ്. രാമരാജ്യം എന്നൊരു കോൺസെപ്റ്റ് ഗാന്ധിജിയുടേതാണ്. ഗ്രാമസ്വരാജ് ഗാന്ധിജിയുടേതാണ്. നമ്മുടെ ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങളിൽ ഗാന്ധിജിയുടെ ഈ ഒരു ഗ്രാമസ്വരാജ് ഈ ഒരു ആശയമൊക്കെ പറയുന്നുണ്ട്. എവിടെയാണ്? നിർദ്ദേശ തത്വങ്ങളിൽ പറയുന്നുണ്ട്. അതേപോലെ മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ച ഒരു ആർട്ടിക്കിൾ ഉണ്ടല്ലോ നമുക്ക് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ച അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞിട്ട്, അതായത് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കാനുള്ള ആർട്ടിക്കിൾ, അവിടെയാണ് മഹാത്മാഗാന്ധിക്ക് ജയ് പറയുന്നത്. ഓക്കെ, 1936 ഗാന്ധിജി സേവാഗ്രാം ആശ്രമം സ്ഥാപിച്ചു. എവിടെ? മഹാരാഷ്ട്രയിലെ വർദ്ധയിൽ. ഏതാശ്രമമാണ്? സേവാഗ്രാം ആശ്രമം. 37 ഗാന്ധിജി ഒരു പുതിയ വിദ്യാഭ്യാസ പദ്ധതി പറയുന്നുണ്ട്, വാർധാ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറഞ്ഞിട്ട്. ഈ വാർധാ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഗാന്ധിജി പറഞ്ഞത് എന്താണെന്നറിയാമോ? 7 വയസ്സുള്ള കുട്ടികൾക്ക് നിർബന്ധിതമായ വിദ്യാഭ്യാസം, നിർബന്ധിത സൗജന്യ വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കണമെന്ന് ഗാന്ധിജി പറഞ്ഞു 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. അതേപോലെ ലേണിംഗ് ബൈ ഡൂയിങ്, അതായത് പ്രവർത്തിച്ചുകൊണ്ട് പഠിക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയിൽ അധിഷ്ഠിതമായ ഒരു പഠനം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഗാന്ധിജിയുടേതാണ്. ഓക്കെ, ഗാന്ധിജിയുടെ ശ്വാസകോശങ്ങൾ എന്ന് ഗാന്ധിജി പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ? സത്യത്തിനെയും അഹിംസയുമാണ്. സത്യവും അഹിംസയുമാണ് എൻ്റെ 2 ശ്വാസകോശങ്ങൾ എന്നാണ് ഗാന്ധിജി പറഞ്ഞിരുന്നത്. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിക്ക് അക്സെപ്റ്റൻസ് കിട്ടുന്ന INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ ഹരിപുര സമ്മേളനമാണ്. ഹരിപുര സമ്മേളനം. ഗാന്ധിജിയും 78 അനുയായികളും കൂടി സബർമതി ആശ്രമത്തിൽ നിന്നും 1930 മാർച്ച് 12 സ്റ്റാർട്ട് ചെയ്ത ഈ യാത്ര മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മാസം 5-ാം തീയതി ആയപ്പോൾ അവർ എവിടെ എത്തിച്ചേർന്നു? ദണ്ഡിക്കടപ്പുറത്ത് എത്തിച്ചേർന്നു. തൊട്ടടുത്ത ദിവസം ഏപ്രിൽ 6-ാം തീയതി അങ്ങനെ ഉപ്പ് നിയമം അവർ ലംഘിക്കുകയാണ്. അവർ ഉപ്പ് ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണ് കടലിൽ നിന്നും. പക്ഷെ ഗാന്ധിജീനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ്. ഗാന്ധിജീനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം ഏറ്റെടുത്തത് അബ്ബാസ് തയാബ്ജി എന്നുള്ള പേരാണ്. വളരെ ഇമ്പോർട്ടൻ്റ്, നോട്ട് ചെയ്യണം. ആരാണ്? അബ്ബാസ് തയാബ്ജി. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹം എവിടെ വെച്ചാണ്? ഗുജറാത്തിലെ ദണ്ഡിക്കടപ്പുറത്ത്. എവിടെ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്? സബർമതി ആശ്രമത്തിൽ നിന്നാണ്. എന്നാണ്? 1930 മാർച്ച് 12. എന്നാണ് ഉപ്പ് നിയമം അവർ സോൾട്ട് ലോ ബ്രേക്ക് ചെയ്യണത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1930 ഏപ്രിൽ 6-ാം തീയതിയാണ്. ആരാണ് ഗാന്ധിജി അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു സമരം ലീഡ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അബ്ബാസ് തയാബ്ജിയാണ്. അവർ പോയ വഴിക്ക് പാടിയത് ഏതാണ്? രഘുപതി രാഘവ രാജാറാം. അത് എഴുതിയിട്ടുള്ളത് ലക്ഷ്മണാചാര്യയാണ്. ഇനി അബ്ബാസ് തയാബ്ജിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് നേതൃത്വം കൊടുത്തത് സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു. ഓക്കെ, 78 പേരാണ് ഗാന്ധിജിയുടെ അനുയായികൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ 1930 പ്രധാനപ്പെട്ട സംഭവം അതാണ്. ഇനി 31 വരുമ്പോൾ, അപ്പോൾ ഈ 30, 31, 32 ഈ 3 വർഷങ്ങളിലായിട്ട് മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? വട്ടമേശ സമ്മേളനങ്ങൾ. 1-ാം വട്ടമേശ സമ്മേളനം, 2-ാം വട്ടമേശ സമ്മേളനം, 3-ാം വട്ടമേശ സമ്മേളനം. ഇവിടെ ഗാന്ധിജിയുടെ റോൾ എന്ന് പറഞ്ഞാൽ ഗാന്ധിജി പങ്കെടുത്തത് ഇതിൽ ഏത് വട്ടമേശ സമ്മേളനത്തിലാണ്? ഒരെണ്ണത്തിൽ ഗാന്ധിജി പങ്കെടുത്തു. 2-ാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുക്കുന്നത്. അപ്പോൾ ഗാന്ധിജി ഇതുപോലെ തന്നെ ഈ ഗാന്ധി ഇർവിൻ പാക്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നടക്കുന്നുണ്ട്. ഗാന്ധി ഇർവിൻ ഉടമ്പടി. ലോർഡ് ഇർവിൻ പ്രഭുവും ഗാന്ധിജിയും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ് 1931. അതായത് ഗാന്ധിജിയോട് പറയുകയാണ് ഇവരുടെ കുറേ ഡിമാൻഡൊക്കെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിലിട്ടിരിക്കുന്ന കുറേ പേരെ വെറുതെ വിടാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഗാന്ധിജി ആവശ്യപ്പെടുന്നതൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഒരു ഗാന്ധി ഇർവിനും തമ്മിലൊരു ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട്. ഗാന്ധി ഇർവിൻ പാക്ട് 1931. ഓക്കെ, പിന്നീട് ഗാന്ധിജി ഈ 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. പക്ഷേ പിന്നീട് കോൺഗ്രസ് അതിന് പങ്കെടുക്കുന്നില്ല. കാരണം അവരുടെ ഡിമാൻഡ്സ് അവിടെ ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ ഗാന്ധിജീനെ ജയിലിലാക്കുന്നുണ്ട്. ഗാന്ധിജി യർവാഡ ജയിൽ പൂനെയിലാണ് കിടന്നത്. ഗാന്ധിജി ഏത് ജയിലിലാണ് കിടന്നത്? പൂനെയിലെ യർവാഡ ജയിലിലാണ് കിടക്കുന്നത്. ടാഗോറിനെ മഹാനായ കാവൽക്കാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. ഗുരുദേവ് എന്നും ടാഗോറിനെ വിളിച്ചത് ഗാന്ധിജിയാണ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ്. ഓക്കെ,
1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് ആഹ്വാനം ചെയ്യുന്നു. വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് ഗാന്ധിജി ആദ്യമായിട്ട് തെരഞ്ഞെടുത്തത് ആരെയെന്നറിയാമോ? വിനോബ ഭാവെയാണ്. വിനോബ ഭാവെ, ഭൂദാൻ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ വിനോബ ഭാവെയാണ്. രണ്ടാമത് ജവഹർലാൽ നെഹ്റുവിനെ. ഓക്കെ. 1942 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏടാണ് എന്താണെന്നറിയോ? ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷമാണ്. 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. ഡു ഓർ ഡൈ എന്ന് ഗാന്ധിജി പറഞ്ഞത് ക്വിറ്റ് ഇന്ത്യ സമര സമയത്താണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, അതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി പറഞ്ഞത്. പിന്നീട് ഗാന്ധിജിനെ ആഗാഖാൻ കൊട്ടാരത്തിൽ തടവിലാക്കുന്നുണ്ട്. ഗാന്ധിജി ഇന്ത്യയിൽ മൊത്തം എത്ര ദിവസം ജയിലിൽ കിടന്നെന്നറിയോ? 2089 ദിവസമാണ്. ദക്ഷിണാഫ്രിക്കയിൽ 249 ദിവസവും. 2089 ഡേയ്സ് ആണ് ഗാന്ധിജി ഇന്ത്യയിൽ ജയിൽവാസം അനുഭവിച്ചത്. എൻ്റെ ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ആരെന്നറിയോ? മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. എൻ്റെ ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് മൗണ്ട് ബാറ്റനാണ്. 1948 ജനുവരി മാസം 12 ഗാന്ധിജിയുടെ അവസാനത്തെ സത്യാഗ്രഹം. മതമൈത്രിക്ക് വേണ്ടി ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാന്ധിജിയുടെ അവസാനത്തെ സത്യാഗ്രഹം എന്നാണ് 1948 ജനുവരി മാസം 12 ആയിരുന്നു. 1948 ജനുവരി 30 വൈകുന്നേരം 5:17 ന്യൂഡൽഹിയിൽ വെച്ചിട്ട് ബിർള ഹൗസിന്റെ അടുത്ത് വെച്ചിട്ട് നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുന്നത്. അപ്പോൾ 1948 ജനുവരി 12 കൂടി ലാസ്റ്റ് സത്യാഗ്രഹം നടത്തി ഗാന്ധിജി. 1948 ജനുവരി 30 ന്യൂഡൽഹിയിൽ ബിർള ഹൗസിന്റെ അടുത്ത് വെച്ചിട്ട് ഗോഡ്സെയുടെ വെടിയേറ്റ് ഗാന്ധിജി മരിക്കുകയാണ്. സോ ജനുവരി 30 ഏത് ദിവസം? ജനുവരി 30 രക്തസാക്ഷി ദിനം എന്നറിയപ്പെടുന്നത്, അല്ലേ? ഹേ റാം എന്ന അവസാനം പറഞ്ഞുകൊണ്ട് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് 1948 ജനുവരി 30. ജനുവരി 30 രക്തസാക്ഷി ദിനം എന്നറിയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഗാന്ധിജിയെ പറ്റിയിട്ടുള്ള ഗാന്ധിജിയുടെ ജനനം മുതൽ ഗാന്ധിജിയുടെ മരണം വരെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം ചേർത്താണ് നമ്മൾ ഇന്നത്തെയും ഈ ഒരു 2 ക്ലാസ്സുകളിലൂടെ കടന്നു പോയത്. ഇനി ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഏതെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ അതും കൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത്യാവശ്യം നമ്മൾ ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഈ 2 ക്ലാസ്സുകളിലായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ കാണുക. ഈ 2 ക്ലാസ് നല്ലോണം പഠിക്കുക. കാരണം ഗാന്ധിജി സിലബസിൽ എവിടെയെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ഉറപ്പായിട്ട് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ചോദ്യം കിട്ടും. ആ മാർക്കൊന്നും കളയരുത്. അപ്പം നമ്മളാണ് ഗാന്ധിജിയെങ്കിൽ നമ്മൾ ഗാന്ധിജി സഞ്ചരിച്ച വഴികളിലൂടെ ഒക്കെ സഞ്ചരിക്കൂലേ, ആ രീതിയിൽ വേണം നിങ്ങളിത് പഠിക്കാനായിട്ട്. അപ്പോൾ 1869 ജനിക്കുന്നു. പിന്നെ നമ്മൾ ഇംഗ്ലണ്ടിലെ നിയമം പഠിക്കാനായിട്ട് പോകുന്നു. ബാരിസ്റ്റർ പദവി കിട്ടി തിരിച്ചു വരുന്നു. പിന്നെ ദക്ഷിണാഫ്രിക്കയിൽ നമ്മൾ കേസിന് വേണ്ടിയിട്ട് പോകുന്നു. അവിടെ വെച്ച് നമുക്ക് വർണ്ണവിവേചനം നേരിടേണ്ടി വരുന്നു. നമ്മൾ അതിനെതിരെ പ്രതികരിക്കുന്നു. അവിടെ ഇന്ത്യൻ ഒപ്പീനിയൻ എഴുതിയ കാര്യമൊക്കെ ഓർക്കുന്നു. പിന്നീട് 1915 ഇന്ത്യയിലോട്ട് തിരിച്ചു വരുന്നു. 17 ചമ്പാരൻ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നു. 18 അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, ഖേദ സത്യാഗ്രഹം, 19 നമ്മുടെ ജാലിയൻവാലാബാഗ് നടക്കുന്ന സമയം. പിന്നെ 20 നിസ്സഹകരണ പ്രസ്ഥാനം നമ്മൾ ആരംഭിച്ചു. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. ചൗരി ചൗര വന്നപ്പോൾ 22 നമ്മളത് ക്യാൻസൽ ചെയ്യുന്നു, അല്ലേ? പിന്നെ ഓരോരോ കാര്യങ്ങളായിട്ട് ഈ ഒരു ടൈം ലൈൻ ബേസിൽ 30, 31, 32 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 30 ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. ദണ്ഡിയാത്ര. 31 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. യെർവാഡ ജയിലിൽ നിരാഹാര സമരം കിടക്കുന്നു, മരണം വരെ നിരാഹാരം എന്നുള്ള രീതിയിൽ. പിന്നെ അംബേദ്കറുമായിട്ട് പൂനെ പാക്ട് നടത്തുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. പിന്നെ ക്വിറ്റ് ഇന്ത്യ വരുന്നു. അത് കഴിഞ്ഞിട്ട് 48 വരെയുള്ള ഒരു ജേണി നമ്മളും കൂടി ട്രാവൽ ചെയ്യുക. അപ്പം നമ്മളിതെല്ലാം കണ്ടറിഞ്ഞ് വിഷ്വലൈസ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ആ ടൈം ലൈനും ഓർത്ത് വയ്ക്കാൻ പറ്റും. പിന്നെ ഇഹനയം ഒക്കെ വെച്ച് ഗാന്ധിജിയുടെ ഇന്ത്യൻ ഒപ്പീനിയൻ, ഹിന്ദു സ്വരാജ്, യങ് ഇന്ത്യ, നവജീവൻ ഇതൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ ഗാന്ധിജിയുടെ വിശേഷണങ്ങൾ, ഉപ്പ് സത്യാഗ്രഹത്തിൽ ഓരോരുത്തർ വിശേഷിപ്പിച്ചത്, ഗാന്ധിജി മറ്റുള്ളവരെ വിശേഷിപ്പിച്ചത്, ഇതെല്ലാം ചേർത്ത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളും സംഭവങ്ങളൊക്കെ ചേർത്ത് നിങ്ങളൊരു ടൈം ലൈൻ പോലെ നന്നായിട്ട് ബുക്കിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി ഗാന്ധിയായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായിട്ട് ഞാൻ വേറൊരു ക്ലാസ്സിൽ വരാം. ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട സജഷൻസ്, കമൻസ് ഒക്കെ തരിക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.